ഹലോ ഫ്രണ്ട്സ്, 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ പാഠമായ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് മധ്യകാല ലോകത്തെ വാണിജ്യ പാതകളെക്കുറിച്ച് നോക്കാം. മധ്യകാലഘട്ടത്തിൽ വാണിജ്യവും സാംസ്കാരിക വിനിമയം നടന്നിരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. ഇതിനായിട്ട് രണ്ട് വാണിജ്യ പാതകൾ അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതകളെ വിളിച്ചിരുന്നത് പട്ടുതുണിപ്പാത എന്നും സുഗന്ധവ്യഞ്ജന പാത എന്നുമാണ്. കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെയുള്ള ഈ പാതകൾ വ്യാപിച്ചിരുന്നു. അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെ ഈ പാതകൾ കടന്നു പോകുന്നുണ്ട്. ഗൈക്രോ റോമൻ സംസ്കാരങ്ങളുടെ കാലഘട്ടത്തും ഫ്യൂഡൽ കാലഘട്ടത്തിലും മധ്യധര നാരി അഥവാ മെഡിറ്ററേനിയൻ സീ പ്രദേശ ജനങ്ങൾക്കാവശ്യമായ പൗരസ്ത്യ ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത് ഈ രണ്ട് മാർഗങ്ങളിലൂടെ ആയിരുന്നു. പട്ടുതുണിപ്പാതയും സുഗന്ധവ്യഞ്ജന പാതയുമാണ് ഈ മാപ്പിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് പട്ടുതുണിപ്പാതയെക്കുറിച്ച് നോക്കാം. ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗത്തിലൂടെയുള്ള വാണിജ്യ പാതയാണ് പട്ടുതുണിപ്പാത അഥവാ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. പട്ടുതുണിപ്പാതയുടെ ഏകദേശ ദൈർഘ്യം 6000 കിലോമീറ്റർ ആണ്. പട്ടുതുണിപ്പാതയിലെ വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് സരായികൾ എന്നാണ്. ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് പട്ടുതുണിപ്പാതയും സരായികളും പ്രധാന പങ്ക് വഹിച്ചു. സുഗന്ധവ്യഞ്ജന പാത കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്രപാതകളിലൂടെ ഒരു ശൃംഖലയാണ് സുഗന്ധവ്യഞ്ജന പാത അഥവാ സ്പൈസ് റൂട്ട് എന്ന് പറയുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഈ പാതയിലെ പ്രധാന കൈമാറ്റ വസ്തു. സുഗന്ധവ്യഞ്ജന പാത കടന്നുപോയിരുന്ന പ്രദേശങ്ങളാണ് ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യയും. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം. മധ്യകാലത്തിന്റെ ആരംഭത്തിൽ ദുർബലമായിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം കുരിശു യുദ്ധത്തിന്റെ ആരംഭത്തോടെ ശക്തി പ്രാപിച്ചു. ഉൽപാദന വർധനവ്, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, റോഡുകളിലെയും പാലങ്ങളിലെയും നിർമ്മാണം, കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും അമർച്ച ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ എന്നിവയുടെ ഫലമായിട്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം വികസിച്ചു. ഇറ്റലിയിലെ വ്യാപാരവർഗം. റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഏതാനും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇറ്റാലിയൻ ഉപദ്വീപിൽ നിരവധി കച്ചവട നഗരങ്ങൾ ഉയർന്നു വന്നു. അറബികളിൽ നിന്നും പൗരസ്ത്യ ദേശത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങി പശ്ചിമ യൂറോപ്പിലെ ഭൂപ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും അവ കൈമാറ്റം ചെയ്ത വ്യാപാരികളായിരുന്നു ഈ നഗരങ്ങളിൽ വസിച്ചിരുന്നത്. ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം തുടങ്ങിയ പട്ടണങ്ങളുമായിട്ട് ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കച്ചവടത്തിന് പുറമെ പണമിടപാടുകളും ഇക്കൂട്ടർ നടത്തിയിരുന്നു. അങ്ങനെ അതിവേഗം ഇറ്റാലിയൻ നഗരങ്ങളിൽ ഒരു വ്യാപാരി വർഗം വളർന്നു വന്നു. മധ്യകാല ലോകത്തെ നഗരങ്ങൾ. 17ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന റോമൻ നഗരങ്ങളിൽ വീണ്ടും സജീവമായി. ചുവടെ പറയുന്ന മേഖലകളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് പുതിയ നഗരങ്ങൾ രൂപം കൊണ്ടത്. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സമീപത്തുള്ള നഗരങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും വളർന്നു വന്ന നഗരങ്ങൾ, കമ്പോള കേന്ദ്രങ്ങൾ വികസിച്ച് രൂപം കൊണ്ട നഗരങ്ങളും. മധ്യകാലഘട്ടത്തിൽ കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളും ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിച്ച് വിദൂര പ്രദേശങ്ങളുമായിട്ട് വാണിജ്യം നടത്തി. ഈ പൊതുവിപണന കേന്ദ്രങ്ങളെയാണ് ക്രമേണ നഗരങ്ങളായിട്ട് വികസിച്ചു വന്നത്. അടുത്തതായിട്ട് ഇറ്റാലിയൻ നഗരങ്ങളെക്കുറിച്ച് നോക്കാം. നിരവധി ചെറുദ്വീപുകളാൽ ചുറ്റപ്പെട്ട് ഇറ്റാലിയൻ ഉപദ്വീപ് സമുദ്രയാത്രയ്ക്ക് അനുയോജ്യമായിരുന്നു. തുറമുഖങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. ഇവിടുത്തെ ഓരോ നഗരത്തിലും നിരവധി വ്യാപാരി കുടുംബങ്ങൾ പാർത്തുപോന്നു. കച്ചവട താല്പര്യം മുൻനിർത്തി പല കുടുംബങ്ങളും കൂടിച്ചേർന്ന് വലിയ കുടുംബങ്ങളായിട്ട് മാറി. ഇവ കൂടി ആലോചിച്ചാണ് നഗരങ്ങളിൽ ഭരണം നടത്തിയിരുന്നത്. കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഭരണാധികാരിയുടെ പ്രോത്സാഹനം തുടങ്ങിയവ മറ്റ് യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികസനത്തിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി. ഇങ്ങനെ CE 1050-നും CE 1300-നും ഇടയിൽ ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ്, മിലാൻ, ബൊളോണ,
നെപ്പേൾസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് മാറി. മിലാനിലെ വിസ്കോന്തി, ഫ്ലോറൻസിലെ മെദീച്ചി തുടങ്ങിയ കുടുംബങ്ങൾ നഗരവാഴ്ച നടത്തി. യൂറോപ്പിലെ വിവിധ പ്രദേശങ്ങളിൽ കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വന്നതോടുകൂടി വിനിമയത്തിന് നാണയം അത്യന്താപേക്ഷിതമായിട്ട് മാറി. 13-ാം നൂറ്റാണ്ടോടുകൂടി സ്വന്തമായിട്ട് നാണയം മുദ്രണം ചെയ്ത ഇറ്റാലിയൻ നഗരങ്ങൾ ആണ് ഫ്ലോറൻസും വെനീസും. 5000 മുതൽ 1,00,000 വരെ ജനസംഖ്യയുള്ള നഗരങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. 100 മുതൽ 1000 വരെ ധനിക കുടുംബങ്ങൾ ഈ നഗരങ്ങളുടെ കച്ചവടത്തും ഭരണവും നിയന്ത്രിച്ചു വന്നു. കോൺസ്റ്റാന്റിനേപ്പിൾ വഴിയുള്ള കരവാണിജ്യവും ഉത്തരാഫ്രിക്കയും പശ്ചിമേഷ്യയും നിയന്ത്രിച്ചിരുന്ന സമുദ്ര വാണിജ്യവും ഇറ്റാലിയൻ കച്ചവടക്കാരെ മധ്യധരണിയാരി അഥവാ മെഡിറ്ററേനിയൻ സീയുടെ അധിപന്മാരാക്കി മാറ്റി. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കുള്ള കവാടമായ ജിബ്രാൾട്ടറും ഇവരാണ് നിയന്ത്രിച്ചിരുന്നത്. നദീതീരങ്ങളിലെ നഗരങ്ങൾ. മധ്യകാല നഗരങ്ങളിൽ പലതും നദീതീരങ്ങളാണ് വളർന്നു വന്നത്. പുതിയ നഗരങ്ങളെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങളാണ് നദികളിലൂടെയുള്ള ചരക്കുനീക്കം എളുപ്പമായതിനാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യം ലഭിച്ചിരുന്നു. വ്യാപാര കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു. മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ജനസംഖ്യാ വർധനവും. നഗരം അത് സ്ഥിതി ചെയ്യുന്ന ഏത് നദീതീരത്തെന്ന് നോക്കാം. ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത് തേംസ് നദീതീരത്ത്, പാരീസ് സീൻ നദീതീരത്തും, റോം ടൈബർ നദീതീരത്തും, വിയന്ന ഡാന്യൂബ് നദീതീരത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരങ്ങളുടെ സവിശേഷതകൾ നോക്കാം. മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ പൊതുവെ വലിപ്പം കുറഞ്ഞവയായിരുന്നു. നഗരവീഥികൾ ഇടുങ്ങിയതും വൃത്തിഹീനവും ആയിരുന്നു. കെട്ടിടങ്ങൾ തടി കൊണ്ട് നിർമ്മിച്ചവയും വൈക്കോൽ മേഞ്ഞതും ആയിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരങ്ങളിൽ തീപിടുത്തത്തിന് സാധ്യത വളരെ കൂടുതലായിരുന്നു. നഗരവാസികളിൽ ഭൂരിഭാഗവും കച്ചവടക്കാർ, കരകൗശല ജോലിക്കാർ, തൊഴിലാളികൾ എന്നിവരായിരുന്നു. നഗരവാസികളായ തൊഴിലാളികൾക്ക് സമ്പത്തില്ലാതിരുന്നതിനാൽ അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണത്തിനായി നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു. നഗരങ്ങൾക്ക് ചുറ്റുമുള്ള കോട്ടമതിൽ. ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളങ്ങളായിരുന്നു ചുറ്റുമതിലുകൾ. പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വാതിലുകളും കാവൽപ്പുരകളും ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. നഗര കവാടങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. കർഫ്യൂ. മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടി മണി മുഴങ്ങിയിരുന്നു. നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിരുന്ന തീപിടുത്തം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമം അറിയപ്പെടുന്നത് കർഫ്യൂ എന്നാണ്. കർഫ്യൂ എന്ന വാക്കിന്റെ അർത്ഥം അഗ്നിയെ മൂടുക അഥവാ കവർ ദ ഫയർ എന്നാണ്. പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാന മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടിയാണ് ഇപ്പോൾ കർഫ്യൂ എന്നറിയപ്പെടുന്നത്. കിഴക്കൻ നഗരങ്ങളെക്കുറിച്ച് നോക്കാം. അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബാഗ്ദാദ് മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. ബാഗ്ദാദിലെ കമ്പോളങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അപൂർവമായ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനേപ്പിൾ അഥവാ ഇന്നത്തെ ഇസ്താംബുൾ ആയിരുന്നു മറ്റൊരു പ്രധാന വാണിജ്യ കേന്ദ്രം. പട്ടുതുണിപ്പാതയിലൂടെയും സുഗന്ധവ്യഞ്ജന പാതയിലൂടെയും എത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുവരുന്നത് ചുവടെ പറയുന്ന നഗരങ്ങളിലൂടെയാണ്. ബസറ, മസ്കത്ത്, എദൻ, ദമാസ്കസ്, മക്ക, സൂറത്ത്. ഗിൽഡുകളെ കുറിച്ച് നോക്കാം. മധ്യകാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ സവിശേഷതയായിരുന്നു ഗിൽഡുകൾ. വിവിധ തൊഴിൽ മേഖലയിലെ വിദഗ്ധരുടെ സംഘടനയായിരുന്നു ഗിൽഡുകൾ. ഗിൽഡുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങളെ നോക്കാം. മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിൽ ഉണ്ടായ വ്യാപാരത്തിന്റെ വളർച്ച, പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം, പട്ടണങ്ങളിലെ ഉയർന്ന നികുതിയും ചൂഷണത്തിനുമെതിരെ നിലകൊണ്ടതിൻ്റെ ആവശ്യകത, സംഘടനാബോധം തുടങ്ങിയവയാണ്. ഗിൽഡുകളുടെ ലക്ഷ്യങ്ങൾ നോക്കാം. പരസ്പര സഹായവും സഹകരണവും വളർത്തുക, കമ്പോള കുത്തക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ഗിൽഡുകളുടെ ചുമതലകൾ നോക്കാം. അധ്വാന വിഭജനം,
ഉൽപ്പന്നത്തിൻ്റെ നിലവാരം നിലനിർത്തൽ, വിൽപ്പന രീതി തീരുമാനിക്കൽ, വില നിർണയം, അധ്വാന സമയം നിശ്ചയിക്കൽ, തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കലൊക്കെയാണ്. ഗിൽഡുകൾ 2 തരത്തിലുണ്ട്. വ്യാപാര ഗിൽഡുകൾ അഥവാ മെർച്ചന്റ് ഗിൽഡ്സും കരകൗശല ഗിൽഡ് അഥവാ ക്രാഫ്റ്റ് ഗിൽഡ്സ് എന്നും 2ആയിട്ടുണ്ട്. വ്യാപാര ഗിൽഡുകളെയാണ് ആദ്യമായിട്ട് രൂപം കൊണ്ടത്. വ്യാപാര വളർച്ച ലക്ഷ്യമാക്കിയ അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ അഥവാ ഇന്റർസിറ്റി ലീഗ്സ് രൂപീകരിച്ചു. യൂറോപ്പിലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഹാൻസിയാറ്റിക് ലീഗ് ഇതിനൊരു ഉദാഹരണമാണ്. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും മറ്റ് വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളെയാണ് കരകൗശല ഗിൽഡ് എന്ന് പറയുന്നത്. തുകൽ പണിക്കാർ, മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ തുടങ്ങി ഓരോ തൊഴിൽ വിഭാഗത്തിനും പ്രത്യേകം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. ഗിൽഡ് സമ്പ്രദായത്തിന്റെ പതനത്തിന് കാരണമായത് വ്യവസായവൽക്കരണവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയുമാണ്. മധ്യകാല വിദ്യാഭ്യാസം. അടിസ്ഥാന വിദ്യാഭ്യാസം, സർവകലാശാലകൾ, ഗ്രീക്കോ റോമൻ വിജ്ഞാനം, ഇസ്ലാമിക വിജ്ഞാനം എന്നിവയുടെ വ്യാപനം മധ്യകാലഘട്ടത്തിൽ സവിശേഷതയായിരുന്നു. യൂറോപ്പിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം. മധ്യകാല യൂറോപ്യൻ സ്കൂളുകളിലെ പ്രധാന പഠന വിഷയമായിരുന്നു വ്യാകരണം, ജ്യോതിശാസ്ത്രം, തത്വചിന്ത, ഗണിതം, ലാറ്റിൻ ഭാഷ, സാഹിത്യം, പ്രകൃതി നിയമങ്ങൾ. സർവകലാശാല വിദ്യാഭ്യാസവും അക്കാലത്ത് വ്യാപകമായിരുന്നു. സർവകലാശാലകളിലെ പഠന വിഷയങ്ങളാണ് തത്വചിന്ത, സാഹിത്യം, വിവിധ ഭാഷകൾ, നിയമം, വൈദ്യശാസ്ത്രം, ജ്യാമിതി. 11-12 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലകളെ നോക്കാം. ബൊളോണ സർവകലാശാല ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി, പാരീസ് സർവകലാശാല ഫ്രാൻസിലും, ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഇംഗ്ലണ്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കെദാർവാദ സർവകലാശാല. കോർദോവ സർവകലാശാലയെക്കുറിച്ച് പറയാനാണെങ്കിൽ മധ്യകാലഘട്ടത്തിൽ അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച പ്രശസ്തമായ സർവകലാശാലയാണ് കോർദോവ സർവകലാശാല. ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ ലൈബ്രറി ഇതിൻ്റെ ഒരു സവിശേഷതയിൽ ഒന്നായിരുന്നു. ഗ്രീക്ക്, സിറിയനിക്, പേർഷ്യൻ, സംസ്കൃതം എന്നീ ഭാഷകൾ പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. സർവകലാശാലയിലെ ലൈബ്രറിയിൽ ഈ ഭാഷകളിലൂടെ ഗ്രന്ഥങ്ങളുടെ അറബി തർജ്ജിമയും ലഭ്യമായിരുന്നു. മധ്യകാല യൂറോപ്പിലെ സ്ത്രീകളിൽ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിരുന്നത് കന്യാസ്ത്രീകൾക്കും അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്കും മാത്രമായിരുന്നു. മധ്യേഷ്യയിലെ വിദ്യാഭ്യാസം. അബ്ബാസിയ ഖലീഫമാരുടെ കാലത്താണ് മധ്യേഷ്യയിലെ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത്. 10-ാം നൂറ്റാണ്ടോട് ആരംഭിച്ച പ്രാഥമിക വിദ്യാലയങ്ങൾ അഥവാ മക്തബ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു. അറബി ലോകത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പഠനത്തിലൂടെ ഇജാസ് എന്ന ഡിഗ്രി നേടി അധ്യാപകന്മാരാകാൻ അവസരമുണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ മധ്യേഷ്യയിലുണ്ടായിരുന്ന ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ബാഗ്ദാദ്, ദമാസ്കസ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളും ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയും. കിഴക്കൻ ഏഷ്യൻ വിദ്യാഭ്യാസം. പ്രാചീന കാലം മുതൽ തന്നെ ചൈനയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം എന്ന വിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ. ചൈനയിലെ വിദ്യാലയങ്ങളിൽ 6 വയസ്സ് മുതലാണ് പഠനം ആരംഭിച്ചിരുന്നത്. ഈ വിദ്യാലയങ്ങൾ ഭൂരിഭാഗവും ഏക അധ്യാപകൻ വിദ്യാലയങ്ങൾ ആയിരുന്നു. ബുദ്ധമത വിഹാരങ്ങളോട് ചേർന്നുള്ള പഠന കേന്ദ്രങ്ങളിൽ ബുദ്ധമത ദർശനം നിർബന്ധിത വിഷയമായിരുന്നു. ഇന്ത്യയിലെ വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾ അധ്യാപകന്മാരോടൊപ്പം താമസിച്ച് പഠിക്കുന്ന ഗുരുകുല സമ്പ്രദായത്തിന് മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. വ്യാകരണം, ഭാഷ, സാഹിത്യം, തത്വചിന്ത, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിപ്പിച്ചിരുന്നത്. ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിരവധി വിദ്യാലയങ്ങൾ നിലനിന്നിരുന്നു. പുസ്തക നിർമ്മാണം. കൊർദോവയിലെ ബാഗ്ദാദിലും കെയ്റോയിലെ വായനശാലയിലും ആയിരക്കണക്കിന് ആളുകൾ
കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. തുണിയിൽ നിന്ന് നിർമ്മിക്കുന്ന പേപ്പറാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. മരത്തിൽ നിർമ്മിച്ച അച്ചുകളും അവർ ഉപയോഗിച്ചിരുന്നു. ലോകത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് ബാഗ്ദാദിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് കൊർദോവയിലുമാണ്. കരോലിജിയൻ നവോത്ഥാനം. 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ബൗദ്ധികവുമായ ഉണർവിനെയാണ് ചരിത്രകാരന്മാർ പൊതുവെ കരോലിജിയൻ നവോത്ഥാനം എന്ന് പറയുന്നത്. ഷാലമീൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമി ലൂയിയുടെയും കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനം പ്രധാനമായിട്ടും നടന്നത്. വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം ജനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി തന്റെ സാമ്രാജ്യത്തിലെ സന്യാസി മഠങ്ങളും കത്തീഡ്രലും സൗജന്യമായി പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് കൽപ്പിച്ച ഭരണാധികാരിയാണ് ഷാലമീൻ ചക്രവർത്തി. കലയും സാഹിത്യവും. പ്രധാനമായിട്ടും ഗോതിക് ശൈലി, റൊമാനസസ് ശൈലി, കരോലിജിയൻ ശൈലി എന്നീ വാസ്തുവിദ്യാ ശൈലികളാണ് മധ്യകാലത്തിൽ ഉണ്ടായിരുന്നത്. പ്രാചീന റോമൻ വാസ്തുശൈലിയെ ബൈസാന്യൻ വാസ്തുശൈലിയുമായിട്ട് യോജിപ്പിച്ച് ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തിയ പുതിയ വാസ്തുവിദ്യാ ശൈലിയാണ് കരോലിജിയൻ ശൈലി. കരോലിജിയൻ ശൈലിയുടെ സവിശേഷതയാണ് താഴികക്കുടങ്ങളും കമാനാകൃതിയിലുള്ള വാതിലുകൾ, വലിയ തൂണുകൾ, മോസൈക് തറകളും. കുരിശുയുദ്ധങ്ങളുടെ കാലത്ത് യൂറോപ്യൻ ജനത ഇസ്ലാമിക സാംസ്കാരികമായിട്ട് കൂടുതൽ പരിചയത്തിലായി. കലയും സാഹിത്യവും ഈ കാലഘട്ടത്തിൽ വിനിമയം ചെയ്യപ്പെട്ടു. പൗരസ്ത്യ കലയും വാസ്തുശില്പവും പാശ്ചാത്യ ശൈലിയിൽ വ്യാപകമായ സ്വാധീനം ചെലുത്തി. കുരിശുയുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷം ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 9 പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യ ആശുപത്രിയാണ് ക്വീൻസ് വിൻസ് എന്ന് പറഞ്ഞ ആശുപത്രി. ലൂയി 9 ഫ്ലോറൻസിൽ സ്ഥാപിച്ച അക്കാഡമിയാണ് പ്ലാറ്റോണിക് അക്കാഡമി. പ്ലാറ്റോണിക് അക്കാഡമിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ക്വിൻസവേണിയൻ ആശുപത്രിയുടെ ചിത്രവും. മധ്യകാലഘട്ടത്തിലെ സംഗീതം. പാശ്ചാത്യ സംഗീതത്തിന്റെ ആരംഭം മധ്യകാലഘട്ടത്തിലാണ്. പള്ളികളിൽ സംഗീതത്തോടൊപ്പം മതേതര സംഗീതവും ഈ കാലഘട്ടത്തിൽ വികസിച്ചു. CE 500 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തിലെ യൂറോപ്യൻ സംഗീതത്തിൽ അറബി ഗാനങ്ങളുടെ സ്വാധീനം കാണാവുന്നതാണ്. ഉമാവിയ, അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. ഉമാവിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ സംഗീതജ്ഞരാണ് ഇബ്ൻ മസ്ജ. ഇബ്ൻ മസ്ജ സിറിയയിലൂടെയും പേർഷ്യയിലൂടെയും സഞ്ചരിച്ച് ബൈസാന്റിയൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലും അറിവ് നേടുകയും ചെയ്തു. അറബ് സംഗീതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെ പ്രശസ്തമായ സംഗീതജ്ഞരാണ് ഇബൻ മുഹറിസ്. പേർഷ്യൻ സംഗീതജ്ഞനാണ് അദ്ദേഹം. തുടർന്ന് ഇബൻ സുരായി. മധ്യകാലഘട്ടത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ല്യൂട്ട് എന്ന സംഗീത ഉപകരണമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് സാഹിത്യ കൃതികളെ കുറിച്ച് നോക്കാം. മധ്യകാല ലോകത്തിലെ സാഹിത്യ കൃതികളിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മറ്റ് വിഷയങ്ങളും ഈ കാലഘട്ടത്തിലെ രചനകൾക്ക് ആസ്പദമായി തീർന്നു. മധ്യകാല ലോകത്തെ ചില സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും. സാഹിത്യകാരന്മാർ, കൃതികൾ. ഒമർ ഖയ്യാം റുബായിയത്താത്ത് അൽ ഫിർദൗസി ഷമാന എന്ന കൃതി രചിച്ചു. ഇബനു ഖൽദൂൻ ഖിതാബുൾ ഇബാദ്, തോമസ് അക്വിനാസ് സമ്മ തിയോളജി, സെന്റ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ്, പീറ്റർ അബിലിയാഡ് ഡയലോഗ് എന്ന കൃതി, കൽഹണൻ രാജതരംഗിണി, ജയദേവൻ ഗീതാഗോവിന്ദവും കൃതിയായിട്ട് രചിച്ചു. ചിത്രകല. മധ്യകാലഘട്ടത്തിലെ ചിത്രങ്ങളുടെ പ്രധാന പ്രതിപാദ്യ വിഷയം മതവിഷയങ്ങൾ തന്നെയാണ്. മധ്യകാലഘട്ടത്തിലെ ചിത്രകാരനായിരുന്ന സെന്നി ഡി പോപ്പോ വരച്ച ചിത്രമാണ് സാന്റ ട്രിനിറ്റ മഡോണ. ശാസ്ത്രം. മധ്യകാല ശാസ്ത്രത്തിൽ അറബികൾ നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളാണ് അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. രസതന്ത്രത്തെ ഒരു ശാസ്ത്രമെന്ന നിലയിൽ വികസിപ്പിച്ചു. ബീജഗണിതത്തിൻ്റെയും അതായത് അൽജിബ്രയും ഒപ്റ്റിക്സ് അഥവാ പ്രകാശശാസ്ത്രത്തെയും ഉപജ്ഞാതാക്കൾ അറബികളാണ്. കുരിശുയുദ്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനത്തിന് കൈമാറ്റത്തിന് കാരണമായി മാറി.
അറബികളുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങളാണ് ടെലിസ്കോപ്പിന്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ, നഗരങ്ങളിലെ തെരുവ് ദ്വീപുകൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, മെക്കാനിക്കൽ ക്ലോക്കുകൾ, ഗിയറിന്റെ തത്വം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ബീജഗണിതം, ആൽക്കമി, ത്രികോണമിതി. ശാസ്ത്രരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പണ്ഡിതന്മാരുടെ സംഭാവനകൾ നോക്കാം. ഇബ്നു സീന, അബിസന്ന എന്നറിയപ്പെടുന്ന അദ്ദേഹം നൽകിയ സംഭാവനയാണ് വൈദ്യശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. അബു അൽ ഖാസിം, ശസ്ത്രക്രിയയുടെ പിതാവ്. അൽ ബിറൂണി, ഭൂഗർഭ ശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തി. മുഹമ്മദ് അൽ റാസി, വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകി. റോജർ ബേക്കൺ, യന്ത്രനിർമ്മിത വാഹനങ്ങളെയും ആകാശയാനങ്ങളെയും കണ്ടുപിടുത്തത്തിന് അടിത്തറയേകി. ഭാസ്കര സെക്കൻഡ്, ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. മധ്യകാല ചൈനയുടെ സംഭാവനകളാണ് വെടിമരുന്നും, ഭൂകമ്പമാപിനി, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഉപയോഗിക്കുന്ന അസ്ട്രാലാബും. അടുത്തതായിട്ട് കൈഫങ്ങിലെ ക്ലോക്ക് ടവറിനെ കുറിച്ച് കൂടെ നോക്കാം. ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് ചൈനക്കാരാണ് 8-ാം നൂറ്റാണ്ടിൽ. ജലശക്തിയായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ ഉയരമുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കിനെ കുറിച്ച് ചൈനീസ് രേഖകളിൽ വിവരിക്കുന്നു. ഈ ക്ലോക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ മനുഷ്യരൂപങ്ങൾ ഇടവേളകളിൽ മണിയടിക്കുകയും ചെണ്ട കൊട്ടുകയും ചെയ്യുമായിരുന്നു. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ 2ാമത്തെ പാഠമായ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന ഈ ഒരു പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ. നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.